നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മഞ്ജുനാഥൻ ആറിന്റെ പ്രകൃതിയുടെ മൗനമാർഗനിർദ്ദേശം എന്ന വളരെ മനോഹരമായ ഒരു രചനയെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ചും പ്രകൃതിയുമായുള്ള നമ്മുടെ ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈയൊരു ആശയം തുടങ്ങുന്നത് തന്നെ എത്ര മനോഹരമായ ഒരു ചിന്തയിൽ നിന്നാണ് അല്ലേ? നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്ന ആ നിമിഷം മുതൽ പ്രകൃതിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് വെറുമൊരു സാധാരണ ബന്ധമല്ല, അതൊരു പുണ്യമായ സമർപ്പണമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ചും ആ യാത്രയിൽ നമുക്കെല്ലാവർക്കും തോന്നാൻ സാധ്യതയുള്ള ഒരു ചിന്തയെക്കുറിച്ചുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാ തുടങ്ങുന്നത്? പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടാണ് അല്ലേ? ജനിക്കുമ്പോൾ മാതാപിതാക്കൾ, പിന്നെ വളരുമ്പോൾ അധ്യാപകർ, അങ്ങനെ പലരുടെയും സഹായത്തോടെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. ഒടുവിൽ നമ്മൾ സ്വന്തമായി ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതായി നമുക്ക് തോന്നിത്തുടങ്ങുന്നു. ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നുന്ന ഒരു കാര്യമാണിത്. നമ്മൾ നേടിയതെല്ലാം നമ്മുടെ മാത്രം കഴിവുകൊണ്ടാണെന്നൊരു വിശ്വാസം. ഞാൻ എന്ന ആ ഒരു ഭാവം നമ്മളിൽ പതിയെ പതിയെ ശക്തമാകും. പക്ഷേ ശരിക്കും അതായിരുന്നോ സത്യം? നമ്മളൊന്ന് ശാന്തമായിട്ട് പുറകോട്ട് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ ഈ യാത്രയിൽ മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പങ്കാളി, അങ്ങനെ ഒരുപാട് പേർ നമുക്ക് താങ്ങും തണലുമായി എപ്പോഴും കൂടെയുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. അപ്പോൾ ഈയൊരു പിന്തുണ ഇത് വെറുമൊരു യാദൃച്ഛികതയല്ല, മറിച്ച് ഇത് പ്രകൃതിയുടെ തന്നെ കാരുണ്യമാണെന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. ശാസ്ത്രം കൊണ്ടൊന്നും ചിലപ്പോൾ വിശദീകരിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ? അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടോ? അലാറം അടിക്കുന്നതിന് ഒരു നിമിഷം മുൻപ് നമ്മൾ കറക്റ്റായിട്ട് എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ പാതിരാത്രി ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയാലും ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ തനിയെ ഉണരുന്നത്. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മളിലെ ഒരു ആഴത്തിലുള്ള അവബോധത്തിന്റെ സൂചനയാണത്രേ. ഇതിനെയാണ് ലേഖകൻ നമ്മുടെ ഉള്ളിലെ വഴികാട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു സഹജമായ അവബോധം, കാര്യങ്ങൾ തെളിവുകളോ യുക്തിയോ ഇല്ലാതെ തന്നെ അറിയാനുള്ള ഒരു കഴിവ്. ഈ ഒരു അവബോധം അത് നമ്മളെ അവസാനം കൊണ്ടെത്തിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യത്തിലേക്കാണ്. നമ്മൾ ഓരോരുത്തരും ഒരു നാൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ശരി, അപ്പോൾ ഈ ഒരു ഉൾവിളിയെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആ ഒരു അടിസ്ഥാനം മറന്നുപോയാൽ എന്തായിരിക്കും ഫലം? ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നൊരു കാര്യമാണിത്. എന്തോ ഒന്നിനു വേണ്ടിയുള്ള ഒരുതരം ഓട്ടത്തിലാണ് പലരും. ആ ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്നു. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സമയം കിട്ടാറില്ല. ഇതിനെപ്പറ്റി പറയാൻ വളരെ നല്ലൊരു പഴഞ്ചൊല്ലുണ്ട്: ചുമരില്ലാതെ ചിത്രം വരയ്ക്കാനാവില്ല എന്ന്. എത്ര ശരിയാണല്ലേ? മൂല്യമുള്ള എന്തു ചെയ്യണമെങ്കിലും ആദ്യം വേണ്ടത് ശക്തമായ ഒരടിത്തറയാണ്. ഇവിടെ ആ ചുമര് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവുമാണ്. അത് രണ്ടും ഒരുമിച്ച് സന്തുലിതമായി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു താളമുണ്ടാകും, ആരോഗ്യമുണ്ടാകും. പക്ഷേ ആ അടിത്തറയ്ക്ക് ഒന്ന് ഉലച്ചിൽ തട്ടിയാലോ? പിന്നെ സ്ട്രെസ്സായി, ടെൻഷനായി, അവസാനം പലതരം അസുഖങ്ങളിലേക്ക് വരെ നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. ഈ പ്രശ്നത്തിന് വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പരിഹാരമാണ് ഈ രചന നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. പരിഹാരം ഇത്രയുള്ളൂ, സങ്കീർണമായ ഒന്നുമല്ല. പ്രകൃതിയുടെ കൈപിടിക്കുക, അതിനോട് ചേർന്ന് ജീവിക്കുക. നമ്മുടെ തുടക്കത്തിലേക്ക് തന്നെയുള്ള ഒരു മടക്കയാത്ര. അതിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുന്ന 3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. 1, നമ്മുടെ ശരീരത്തിന് അധ്വാനം കൊടുക്കുക, വ്യായാമം ചെയ്യുക. 2, ചിട്ടയായ ഒരു ജീവിത രീതി. പിന്നെ 3-മത്തേത് പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പസമയം ശാന്തമായി ചെലവഴിക്കുക. അവസാനമായി ലേഖകൻ നമ്മളെല്ലാവർക്കും നൽകുന്ന ഒരു ആശംസയുണ്ട്. ലളിതവും എന്നാൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്ക്: വാഴുക വളമുറ്റൻ. അപ്പോൾ മഞ്ജുനാഥൻ ആറിന്റെ ഈ മനോഹരമായ രചനയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു ചെറിയ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെയും പ്രകൃതിയുമായുള്ള ബന്ധത്തെയും കുറിച്ചൊന്നുകൂടി ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.